بسم الله الرحمن الرحيم. തഖ്വയോടെ ജീവിക്കണം. ഇവിടെ ആരെയും പേടിക്കേണ്ടതില്ല. അല്ലാഹനെ വേണ്ട പോലെ ഭയന്നാൽ ആര് തന്നാലും നമുക്ക് തികയില്ല. അല്ലാഹ് തരാതിരുന്നാൽ ആര് തടഞ്ഞാലും ഇവിടെ മുടങ്ങില്ല. അല്ലാഹ് തന്നാൽ മോനെ ഈയൊരു നല്ല ഉറപ്പ് വേണം. സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തകരോട് പറയുകയാണ്, നാട്ടിൽ സമാധാനം നിങ്ങൾ പാലിക്കണം. നമ്മൾ എപ്പോഴും നല്ലതിൻ്റെ പക്ഷത്ത് നിൽക്കണം. അതുപോലെ നല്ലവരോട് കൂട്ടുകൂടണം. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരോടും പറയുകയാണ്, നമ്മുടെ നാട്ടിൽ സമാധാനത്തിന് വേണ്ടത് ചെയ്യണം. കക്ഷിത്വം പറഞ്ഞ് കടിപിടി കൂടരുത്. ഗ്രൂപ്പ് പറഞ്ഞ് തല്ലും പിടിയും ഉണ്ടാകരുത്. ആളുകളെ അവഹേളിക്കരുത്. പണ്ഡിതന്മാരെ ആക്ഷേപിക്കരുത്. സാദാത്തുക്കളെ കുറ്റം പറയരുത്. എതിർകക്ഷിക്കാരനോട് അനീതി ചെയ്യരുത്. അനുകൂലക്കാരനോടും അനീതി ചെയ്യരുത്. ഇവിടത്തെ കളിയെല്ലാം തീരും മോനെ. ഇക്കളിയൊന്നും കളിയല്ല, അക്കളി പോലൊരു കളിയില്ല. മരണം എന്നൊരു കളിയുണ്ട്, അക്കളി പിന്നെ കളിയില്ല. മരണം വന്നാൽ നിന്റെ ഈ ദണ്ട് പറച്ചിലൊന്നും അവിടെയില്ല. നിന്റെ ഹൊങ്കുകളൊന്നും അവിടെയില്ല. ഭയക്കേണ്ടത് അല്ലാഹുവിനെയാണ്. തഖ്വ അല്ലാഹുവിനോടാണ് വേണ്ടത്. നല്ല ചിന്തയിൽ ജീവിക്കണം. എനിക്കാരോടും വിരോധമില്ല, എനിക്കാരോടും വിയോജിപ്പില്ല. അഥവാ ഞാൻ എല്ലാവരോടും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. മുമ്പേ എൻ്റെ ഖാത്തിഅത്തായ നഫ്സിനോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഞാനും നിങ്ങളും അല്ലാഹുവിനെ ചിന്തിക്കണം. ഇവിടത്തെ അധികാരങ്ങളൊന്നും നിലനിൽക്കുന്നതല്ല. കിസ്റ എവിടെ പോയി മോനെ? കൈസർ എവിടെ പോയി മോനെ? റോം എവിടെ പോയി മോനെ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരെവിടെ പോയി? കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരെവിടെ പോയി? എല്ലാം മരിച്ചു കഴിഞ്ഞാൽ അവരെ കുറിച്ച് ആവശ്യമില്ല, വിവരമില്ല. അതേ സമയത്ത് ആലിമായവർ, സ്വാലിഹായവർ, തഖ്വയുള്ളവർ, മന്ത്രിമാരോ അധികാരമുള്ളപ്പോൾ പൈലറ്റ് വാഹനമുണ്ട്, ആദരിക്കാൻ ആളുണ്ട്. അധികാരം കഴിഞ്ഞാൽ അവരെ നോക്കാൻ ആളില്ല. ആലിമീങ്ങളോ ഇവിടെ ഏത് കക്ഷി ഭരിച്ചാലും അവരെ ആദരിക്കാൻ ആളുണ്ട്, അവരെ സ്നേഹിക്കാൻ ആളുണ്ട്, അവരെ സ്വീകരിക്കാൻ ആളുണ്ട്. ഇവിടെ ആരാണ് ബുദ്ധിമാൻ? ആലോചിക്കണേ സഹോദരന്മാരെ. മമ്പുറം തങ്ങൾ വഫാത്തായിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞില്ലേ? ഇപ്പോഴും ആദരവുണ്ട്, ഓർമ്മയുണ്ട്, സ്മരണയുണ്ട്, ആണ്ടുനേർച്ചയുണ്ട്. എല്ലാ ആഴ്ചയും ദിവസവും അവിടെ ആയിരക്കണക്കിന് ആളുകൾ വരുന്നുണ്ട്. അതുപോലെ ഈ കേരളത്തിലെ ഒരു ഭൗതിക ഭരണാധികാരിക്കും കിട്ടിയിട്ടില്ല, ഇനിയൊട്ട് കിട്ടാനും പോകുന്നില്ല. അപ്പം മമ്പുറം തങ്ങൾ എത്ര വലിയ പദവിയുള്ള ആളാണ്, എത്ര വലിയ നേതൃത്വമുള്ള ആളാണ്. അംഗീകാരമാർക്കാണ് കൂടുതലുള്ളത്? ഞങ്ങൾ അങ്ങോട്ടാണ് നോക്കിയത്. ഡൽഹിയിൽ ചെന്നാൽ മുഗളന്മാരുടെ പലരുടെയും ഖബറുകൾ അവിടെയുണ്ട്. അവരെ അധികാര പീഠങ്ങളിൽ കോട്ടകൾ ഉണ്ടാക്കിയവരാണ്. അതുപോലെ വലിയ സിംഹാസനങ്ങളിൽ ഇരുന്നവരാണ്. വലിയ വലിയ നിർമ്മിതികൾ ഉണ്ടാക്കിയവരാണ്. താജ്മഹൽ പണിതവരുണ്ട്, റെഡ് ഫോർട്ട് പണിതവരുണ്ട്, കോട്ടകൾ ഉണ്ടാക്കിയവരുണ്ട്, സിംഹാസനങ്ങൾ അടക്കി പിടിച്ചവരുണ്ട്. എല്ലാം ശരി, അവരുടെ അടുക്കലേക്ക് ആരും ചെല്ലുന്നില്ല. ഷാജഹാന്റെ ഖബർ എവിടെയെന്ന് ചോദിച്ചാലും പോണില്ല. ബാബർ എവിടെയെന്ന് ചോദിച്ചാലും പോണില്ല. അക്ബർ എവിടെയെന്ന് ചോദിച്ചാലും പോണില്ല. അതേ സമയത്ത് ഡൽഹിയിൽ ചെല്ലുന്ന വിശ്വാസികളും അതുപോലെ സാധാരണക്കാരുമെല്ലാം ചോദിക്കുന്നു, നിളാമുദ്ദീൻ ഔലിയ തങ്ങളുടെ ദർഗ എവിടെ? ബഖ്തിയാറുൽ കാക്കി തങ്ങളുടെ ദർഗ എവിടെ? അതുപോലെ ഷാവലിയുല്ലാഹി ദഹ്ലവി തങ്ങൾ എവിടെ? ഇന്നും ജനങ്ങൾ അണമുറിയാതെ വരികയാണ്. ആരാണ് അധികാരമുള്ളവർ? ആരാണ് നേതൃത്വം കിട്ടിയവർ? ആലോചിച്ചു നോക്കൂ സഹോദരാ. അതുകൊണ്ട് ആലിമീങ്ങളുടെ വഴിയിലാവണം, സ്വാലിഹീങ്ങളുടെ വഴിയിലാകണം, തഖ്വയോടെ ജീവിക്കണം. എല്ലാ മുത്തഖീങ്ങളുടെയും നേതാവ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ കവാടം, മിഫ്താഹു ബാബി റഹ്മത്തില്ലാഹ്
അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ കവാടമാരാണ്? അള്ളാഹുവിൻ്റെ ദാനത്തിൻ്റെ വഴിയേതാണ്? അള്ളാഹുവിൻ്റെ നൽകലിൻ്റെ വഴിയാരാണ്? ഹബീബി വമലദി വകഅസി വമശ്റബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബ്ബത്ത് വേണം. ഹബീബായ തങ്ങളെ ഇഷ്ടം വെക്കണം. ഖൽബ് സമ്പന്നമാകണമെങ്കിൽ മുത്തുനബി തങ്ങൾ വേണം. തങ്ങളില്ലാത്ത ഖൽബ് കാലിയായ വീടാണ്. തഖ്വയില്ലാത്ത ഖൽബ് ആരൊക്കെയോ കയ്യേറ്റം നടത്തിയ വീട് പോലെയാണ്. എല്ലാ കളിയും ചിരിയൊക്കെ അവസാനിക്കും. ഈ ഇരിക്കുന്ന എല്ലാവരോടും ഞാനും നിങ്ങളും മനസ്സിലാക്കണം, എൻ്റെ വയസ്സുള്ള എത്ര ആൾ മരിച്ചുപോയി. അപ്പൊ എൻ്റെ വയസ്സ് ഇസ്രായേലിന് പരിചയമുള്ള വയസ്സാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും വയസ്സുള്ളവർ മരിച്ചിട്ടുണ്ട്. 40കാരും 50കാരും 20കാരും 30കാരും ഒക്കെ മരിച്ചിട്ടുണ്ട്. മരണത്തിന് പ്രായം പ്രത്യേകിച്ചൊന്നുമില്ല. അതുകൊണ്ട് എപ്പോഴും ആകാം നല്ല ചുറുചുറുപ്പുള്ള ചെറുപ്പക്കാരൻ, പ്രതിഭാധനനായ ഒരു യുവപണ്ഡിതൻ ഹബീബ് നൂറാനി പെട്ടെന്ന് ഡൽഹിയിൽ വെച്ച് അസുഖം വന്ന് നമ്മളോട് വിട പറഞ്ഞു. അള്ളാഹുവിന്റെ വിളിക്കുത്തരം ചെയ്തു. അള്ളാഹുവെ, ആ ചെറുപ്പക്കാരന്റെ ഖബർ നീ സ്വർഗമാക്കണം റഹ്മാനെ. കൊണ്ടോട്ടിക്കടുത്ത് കുറിയടത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചു പ്രവർത്തകൻ, സാഹിത്യോത്സവിന്റെ പ്രതിഭ നാസിം എന്ന ചെറുപ്പക്കാരൻ നമ്മളോട് വിട പറഞ്ഞു പോയി. അള്ളാഹുവെ, ആ കൂട്ടുകാരന്റെ ഖബർ നീ സ്വർഗമാക്കണം റഹ്മാനെ. ആ മോന് വേണ്ടി ഇവിടെ ദ്വാരുന്നത്, നിങ്ങൾ ആമീൻ പറഞ്ഞത് ഉള്ള ജീവിതം അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ചെലവഴിച്ചതുകൊണ്ടാണ്. നൂറാനിക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്തത്, അതുപോലെ എത്രയോ ആൾ മരിക്കുന്നു. പക്ഷേ ഇങ്ങനെ ദുആ ചെയ്യപ്പെടുന്നില്ല. ഉള്ള ദിവസം ദീനിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ നമുക്ക് ദുആ ചെയ്യാൻ ആളുണ്ടാവും, നിസ്കരിക്കാൻ ആളുണ്ടാവും. സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ 54-ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. ആപേക്ഷികമായി ചെറിയൊരു ജീവിതം, പക്ഷേ അവിടുന്ന് ഒരു കൊല്ലം കൊണ്ട് മരണയാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുകയായിരുന്നു. ഞങ്ങളുടെ കൊല്ലം ഖാദിസിയിൽ എല്ലാ മാസവും സലാത്തിന് വന്നിരുന്നവരാണ്. അവിടുന്ന് ഒരു കൊല്ലം മുമ്പ് തന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞു തുടങ്ങി. അവസാനം മദീനത്ത് സിയാറത്തിന് ചെല്ലുമ്പോൾ അവിടുന്ന് ദുആ ചെയ്തു, എനിക്ക് ദുനിയാവിനുള്ള എല്ലാത്തിനോടുമുള്ള ഹുബ്ബ് എൻ്റെ ഖൽബിൽ നിന്ന് മാറ്റിത്തരണം. മക്കളോടും കുടുംബത്തോടും എല്ലാത്തിനോടുമുള്ള ബന്ധം എൻ്റെ ഖൽബിൽ നിന്ന് മാറ്റിയിട്ട് നിന്നോട് മാത്രം ആക്കണം എന്ന് ദുആ ചെയ്യുമ്പോൾ കൂടെയുള്ള മക്കളും മരുമക്കളും കരഞ്ഞുപോയി. അത് നാളത്തേക്കുള്ള യാത്രയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്ക്, അതുപോലെ ഒരുങ്ങി തയ്യാറായ ഒരു യാത്ര, അല്ലാഹ് എന്ന് വിളിച്ചുകൊണ്ട് സന്തോഷത്തോടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ ലോകം കണ്ടുകിടക്കുന്നത് പോലെയുള്ള വിയോഗം. അള്ളാഹു അവിടുത്തെ ദറജകൾ ഉയർത്തിക്കൊടുക്കട്ടെ, അള്ളാഹു അവിടുത്തെ പദവികൾ ഉയർത്തിക്കൊടുക്കട്ടെ. താജുൽ ഉലമാ തങ്ങളുടെ പദവി അള്ളാഹു ഉയർത്തിക്കൊടുക്കട്ടെ. ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ പാണ്ഡിത്യത്തിന് നിറകുടമായി നമ്മുടെ തൊട്ട് ചാരത്തുണ്ടായിരുന്ന വൈലത്തൂര് ബാവ ഉസ്താദ്, അള്ളാഹുവെ, അവിടുത്തെ പരലോക പദവികൾ നീ ഉയർത്തിക്കൊടുക്കണം റഹ്മാനെ, നീ ഉയർത്തിക്കൊടുക്കണം റഹ്മാനെ. അവിടുത്തെ പദവികൾ നീ ഉയർത്തിക്കൊടുക്കണം റഹ്മാനെ. അവരെല്ലാം ഒരു ജീവിതം കൊണ്ട് 1000 ജീവിതങ്ങളുടെ സൽക്കർമ്മങ്ങൾ ചെയ്തവരാണ്. നമ്മുടെ കയ്യിലെ അമലുകളൊന്നുമില്ല, പാവങ്ങളാണ്, മുഫ്ലിസുകളാണ്, കൈവലഞ്ഞവരാണ്, ഒന്നുമില്ലാത്തവരാണ്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കരുതണം. അള്ളാഹുവിൻ്റെ ഔദാര്യമില്ലാതൊരു രക്ഷയും ഇല്ല. അവൻ്റെ ഔദാര്യം കിട്ടാനുള്ള വലിയൊരു വഴി ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഹുബ്ബ് വെക്കലാണ്. എൻ്റെ കൂട്ടുകാരെ, ദുനിയാവിലുള്ള എന്തെങ്കിലും വ്യക്തിയോ വസ്തുവോ സാധനമോ സ്നേഹം വെച്ച് നേരം കളയാതെ എല്ലാത്തിലും ഉപരിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് ഹുബ്ബ് വെക്കണം. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഷ്ടം വെച്ച്
അവസാനം മുദ്ദാഹി ത്വാഹ ലഹിഖാ. എന്തൊരു രസമാണ് ഹബീബ്, എന്തൊരു സൗന്ദര്യമാണ് അവിടുന്ന്. അവിടുത്തെ സൗന്ദര്യം പോലെ ഒരു സൗന്ദര്യം ലോകത്ത് വേറെയില്ല. കാണാനുള്ള കാഴ്ച ഹബീബിനപ്പുറം വേറെയില്ല. കേൾക്കാനുള്ള ഉപദേശം തങ്ങളെക്കാൾ വേറെയില്ല. ഓർക്കാനുള്ളൊരിടം മദീനയേക്കാൾ വേറെയില്ല. അപ്പോൾ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറെയേറെ സ്നേഹിച്ച് ഒരുപാട് കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. കൂട്ടുകാരേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ബറക്കത്തിനു വേണ്ടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന കവാടത്തിലൂടെയാണ് അറിവാളികൾക്കുള്ള അറിവും ഭരണാധികാരികൾക്കുള്ള ഭരണവും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കവാടത്തിന്റെ പിന്നിൽ നിന്നാണ്. അതിനൊരു ചെറിയ കാര്യം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അതാ അലിയുൽ മുർത്തദാ റളിയല്ലാഹു അൻഹു സഇദൽ മിമ്പർ യൗമൻ, ഒരു ദിവസം മിമ്പറിൽ കയറി വഖാല സലൂനി, ചോദിച്ചോളൂ ചോദിച്ചോളൂ, എന്തും നിങ്ങൾക്ക് ചോദിക്കാം. കാരണം എന്തേ? ഹാദാ ലുആബു റസൂലില്ലാഹി ഫീ ഫമീ, എന്റെ നാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തുപ്പുനീരുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തുപ്പുനീരെന്റെ നാവിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തും ചോദിച്ചോ, ഞാൻ മറുപടി പറയാം. വകാന ഫിൽ മജ്ലിസി റജുലുൻ യമാനിയുൻ, യമനിയായ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. അയാൾ ചോദിക്കുകയാണ്, ഞാനൊന്ന് ചോദിച്ചോട്ടെ? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സൽ വലാ തസ്അൽ തഅന്നുതാ, ചോദിച്ചോ, നിങ്ങൾക്ക് ചോദിക്കാം, പക്ഷേ പ്രതികാരബോധത്തോടെയും വാശിയോടെയും പിടിവാശിയോടെയും നിങ്ങൾ ചോദിക്കാൻ പാടില്ല. നിങ്ങൾ ഇരുത്തിക്കളയണമെന്ന ചിന്തയോടെ ചോദിക്കാൻ പാടില്ല. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അൻത ഹമൽതനി അലാ ദാലിക, നിങ്ങളല്ലേ അങ്ങനെ ചോദിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്, എന്തും ചോദിച്ചോ എന്ന് പറഞ്ഞാൽ പിന്നെന്തു ചെയ്യാനാണ്? അതിൽ ചുണ്ടി പിടിച്ചതാണ്. അയാൾ ചോദിക്കുകയാണ്, ഹൽ റഅയ്ത റബ്ബക യാ അലി, നിങ്ങൾ റബ്ബിനെ കണ്ടിട്ടുണ്ടോ? അലി റളിയല്ലാഹു അൻഹു പറയുന്നു, മാ കുന്തു അഅ്ബുദു റബ്ബൻ ലം അറഹു, ഞാൻ കാണാത്ത റബ്ബിനെയല്ല ആരാധിക്കുന്നത്. ഫഖാല കൈഫ റഅയ്ത, എങ്ങനെയാണ് നിങ്ങൾ കണ്ടത്? അവിടുന്ന് പറഞ്ഞു, ലം തറഹുൽ ഉയൂനു ബിമുശാഹദത്തിൽ ഇയാൻ വലാകിൻ റഅതുൽ ഖുലൂബു ബിഹഖീഖത്തിൽ ഈമാൻ, കണ്ണുകൊണ്ട് വസ്തുക്കളെ കാണും പോലെ കണ്ടതല്ല, ഈമാനുള്ള ഖൽബ് കൊണ്ട് അല്ലാഹുവിനെ നമ്മൾ കാണുകയാണ്. അഹദുൻ ലാ ശരീക ലഹ് അഹദുൻ ലാ സാനിയ ലഹ്, രണ്ടാമനില്ലാത്ത ഏകനാണ്, പങ്കാളിയില്ലാത്ത ഏകനാണ്. ഫർദുൻ ലാ മിസ്ല ലഹ്, തുല്യതയില്ലാത്ത ഏകനാണ്. ലാ യുദ്റകു ബിൽ ഹവാസ്, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് പ്രാപ്യമായവനല്ല. വലാ യുഖാസു ബിൽ ഖിയാസ്, നിർണയങ്ങൾ കൊണ്ട് നിജപ്പെടുത്തപ്പെടുന്നവനല്ല. ഇങ്ങനെ പറയുമ്പോഴേക്ക് യമനിയായ മനുഷ്യൻ അങ്ങ് വീഴുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തുപ്പുനീരിന്റെ ബറക്കത്ത് കൊണ്ട് പറയാം എന്ന് പറഞ്ഞ അലി റളിയല്ലാഹു അൻഹുവിനോട് വാശിയോടെ ചോദിച്ചാൽ മറുപടി കേൾക്കുമ്പോഴേക്ക് ബോധരഹിതനായി വീഴുകയാണ്. കാരണം
യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ, ഈമാനുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും ചോദ്യങ്ങളുടെ മുമ്പിൽ സ്ഥിരപ്പെടുത്തുന്നതാണ്, ഹിമ്മത്തോടെ നിലനിർത്തുന്നതാണ്. അവരുടെ ലക്ഷ്യം ദീനിന്റെ ഉയർച്ചയാണ്. അവരുടെ മരുന്ന് മുത്തുനബിതങ്ങളുടെ ബറക്കത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കുന്ന സ്വാലിഹീങ്ങളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല മുഹറമിന്റെ 9-ാം രാവാണ്. ഈ മജ്ലിസിൽ വഅദ് പറഞ്ഞങ്ങ് പിരിഞ്ഞാ പോരാ. ഒരൽപ്പം സ്വലാത്ത് ചൊല്ലി, ഒരൽപ്പം ദിക്ർ ചൊല്ലിയിട്ട് ഖാലിഖായ റബ്ബിനോട് ചോദിക്കാൻ പറ്റുന്ന നല്ലൊരു രാത്രിയാണ്. അല്ലാഹുവിനോട് പാപമോചനം തേടാൻ പറ്റുന്ന രാവാണ്. ആരും വിഷമം വിചാരിക്കരുത്. നമുക്കൊരൽപ്പം ദിക്ർ ചൊല്ലി യാ ലത്തീഫ് യാ അല്ലാഹ്, ലത്തീഫായ റബ്ബിനോട് അവന്റെ ലുത്ഫിൽ നിന്ന് കേണ് അല്ലാഹുവിനോട് ചോദിക്കണം. ഈ മജ്ലിസിൽ വെച്ച് ഇജാബത്ത് കിട്ടണം. ചെറുപ്പക്കാരെ, ഒരൊറ്റ വഖ്ത് നിസ്കാരവും ഖളാ ആക്കരുത്. അന്യ സ്ത്രീകളുമായി ഇടപഴകരുത്. വൃത്തികെട്ട കാഴ്ചകൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും കാണരുത്. അനാവശ്യ മെസ്സേജുകൾ പാസ് ചെയ്യരുത്, ഷെയർ ചെയ്യരുത്. അനാവശ്യ കാര്യങ്ങളിൽ ഇടപെട്ട് ആയുസ് കളയരുത്. ഉറപ്പില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുത്. അല്ലാഹു അനുവദിച്ചതല്ലാത്ത ഒന്നിലും പോയി പെടരുത്. രാഷ്ട്രീയത്തിന് വേണ്ടിയാണെങ്കിലും കളവ് പറയരുത്. എന്തിനു വേണ്ടിയാണെങ്കിലും നീതി നിഷേധിക്കരുത്. മദ്യപാനം നമ്മൾ ഇഷ്ടപ്പെടാൻ തന്നെ പാടില്ല. മദ്യപിക്കുന്നവരോട് സഹകരിക്കാൻ പാടില്ല. മദ്യം വിളമ്പുന്ന സദ്യയിൽ ഇരിക്കാൻ പാടില്ല. തഖ്വയോടെ ജീവിക്കണം. ഉമ്മ പെങ്ങന്മാരെ, മാന്യമായി ഔറത്ത് മറക്കണം. ബോഡി ഷേപ്പ് പർദ്ദ ധരിച്ച് തെരുവിലിറങ്ങിയിട്ട് അന്യപുരുഷന്മാരുടെ മുമ്പിൽ നീ അവിഹിതമായ രീതിയിൽ നടക്കരുത്. അവരുടെ കൽബ് കേടുവരുത്തുന്ന രീതിയിൽ നീ വസ്ത്രം ധരിക്കരുത്. അനാവശ്യമായി തെരുവിലിറങ്ങരുത്. എപ്പോഴും കമ്പോളത്തിൽ അലയുന്ന രീതി ഉണ്ടാകരുത്. അന്യപുരുഷന്മാരോട് സംസാരിക്കാനും ഇടപഴകാനും ചാറ്റ് ചെയ്യാനും സോഷ്യൽ മീഡിയകൾ വഴി കോണ്ടാക്ട് ചെയ്യാനും പാടില്ല. നമുക്കൊരു നല്ല വീട് വരാനുണ്ട്. അത് സ്വർഗമാണ്. അല്ലാഹുവിനെ അനുസരിക്കുന്നവർക്ക് മാത്രമുള്ള വീടാണ്. തഖ്വയുള്ളവരുടെ വീടാണ്. ഇവിടെ ഞാൻ ഈ പറഞ്ഞതൊന്നും നിങ്ങൾ ചെയ്തില്ലെങ്കിലും എനിക്കൊന്നും വരാനില്ല. നമുക്കോരോരുത്തർക്കും അനുസരിച്ചാൽ സ്വർഗം കിട്ടുന്നതാണ്, വിരോധിച്ചാൽ നഷ്ടം വരുന്നതാണ്. അല്ലാഹ് സാധുക്കളായ ഞങ്ങളുടെ ഓരോ മജ്ലിസും ഞങ്ങൾക്ക് തഖ്വ വർദ്ധിക്കുന്നതും കേൾവിക്കാർക്ക് റബ്ബിലേക്കും ഹബീബിലേക്കും ചിന്ത ഉണർത്തുന്നതുമാക്കി നീ ഖബൂൽ ചെയ്യണം അല്ലാഹ്.